ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് മാധവേട്ടൻ വേറെ ഒരു സാമട്ടിൽ നിൽക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഓ അതോ, ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാ. മാധവേട്ട, ഇന്നലെ പാവം ജഗനെ കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. ഒരു തെളിവ് അവശേഷിക്കരുത്, ഒരു മുടിനാരിയുടെ പോലും കിട്ടരുത്. എല്ലാം ക്ലീൻ ആയിരിക്കണം. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് യജമാനൻ വൃത്തിനുമായോ? നിരഞ്ജൻ, അവനെ ഏത് വിധേനയും ഇവിടുന്ന് തുരത്തിയിരിക്കണം. പറ്റുമെങ്കിൽ ഒരു വിസ സംഘടിപ്പിച്ച് ആ തല തിരിഞ്ഞവനെ 7ാം കടല് കടത്തിയിരിക്കണം. തറ നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണല്ലോ, പിന്നെ ഇവനെന്തിനാ ഈ പാഴ്വേലയൊക്കെ ചെയ്യുന്നത്? ഈശ്വര, ഇവന് മാനസികമായി വല്ല തകരാറുണ്ടോ? ഇത് ഭ്രാന്തിന്റെ ലക്ഷണമാണെന്നാ തോന്നുന്നത്. ആരാൻ തെച്ചിക്ക് ഭ്രാന്തെടുത്താൽ കാണാൻ നല്ല രസമാണെന്നാ കേട്ടിട്ടുള്ളേ. ഇതാരാന്റെ അച്ഛയല്ലല്ലോ, സ്വന്തം പേരക്കുട്ടിയുടെ ഭർത്താവല്ലേ. എന്റെ ഗുരുവായൂരപ്പ, ഇവന്റെ ബുദ്ധിക്ക് തകരാറൊന്നും വരുത്താതെ കാത്തോളണേ. ഉടനെ ഒരു ജോലി തരപ്പെടുത്തിയില്ലെങ്കിൽ എല്ലാം തകരാറിലാവും. എന്നാലും എന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടാകാതെ അവരെന്നെ സെക്യൂരിറ്റി പണിയിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്തിനാ? ഈശ്വര, എന്തൊക്കെ ചെലവുകളാ! ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും? എന്നോടൊപ്പം കമ്പനി ജോലി ചെയ്തിരുന്ന പലർക്കും സ്വന്തമായിട്ട് വർക്ക്ഷോപ്പുണ്ട്. അവരെ ആരെങ്കിലും ചെന്ന് കണ്ടാലോ? അത് ശരിയാവില്ല. പ്രായമായ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാവും. വെറുതെ ഇരുത്തി ആരും ശമ്പളം തരില്ലല്ലോ. വേണ്ട, അവരെ ഒന്നും ധർമ്മസങ്കടത്തിലാക്കുന്നത് മര്യാദയല്ല. പിന്നെന്താ ഒരു വഴി? മാധവേട്ട, എന്തോ ഒരു ആലോചന.
ഇന്ന് ജോലിക്ക് പോണ്ടേ? ജോലി പോണം. സാധാരണ ഈ സമയത്ത് ഒരു വെപ്രാളമാണല്ലോ. ഇന്ന് മാധവേട്ടൻ വേറെ ഒരു സാമട്ടിൽ നിൽക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഓ അതോ, ഞാൻ റെഡി ആയിട്ടിരിക്കുവാ. മാധവേട്ട, ഇന്നലെ പാവം ജഗനെ കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. ഒരു വർക്ക്ഷോപ്പിൽ കരിയും പുകയും പിടിച്ച് കഷ്ടപ്പെടുക പാവം. കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്താ ചന്ദ്രു, വർക്ക്ഷോപ്പ് ജോലിയോട് നിനക്കൊരു പുച്ഛം തോന്നുന്നു? ഇത്രയും നാളും നീ ജീവിച്ചത് ആ പണിയെന്ന് കിട്ടിയ കൂലി കൊണ്ടാ. അതല്ല മാധവേട്ട, കോടീശ്വരനായിട്ട് വളർന്നവനാ ജഗൻ. നമ്മുടെ മോളുടെ കഴുത്തി താലി കെട്ടിയപ്പോ ഈ ഒരവസ്ഥയിലേക്ക് മാറിയില്ലേ, അതാ. അത് നീ പറഞ്ഞത് സത്യവാ ചന്ദ്രു. പക്ഷേ സ്വന്തം ഭാര്യയെ പട്ടിണിക്കിടാതിരിക്കാൻ കരിയും പുകയും കൊണ്ട് വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന ജഗനെ കണ്ടപ്പോ നിനക്ക് അഭിമാനം തോന്നിയില്ലേ? തോന്നി. സാമ്പത്തികമായി നമുക്കിപ്പോ അവരെ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവരോട് വാടക വീട് എടുക്കണ്ട, ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞതല്ലേ? പിന്നെ ഒരർത്ഥത്തിൽ ഇതും നല്ലതാ. ഒറ്റയ്ക്കൊറ്റയ്ക്കായാലേ ജീവിതം പഠിക്കൂ. അതല്ല മാധവേട്ട. ചന്ദ്രു, കോടീശ്വരിയായ നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോ എന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? നമ്മളും ജീവിച്ചില്ലേ, അതുപോലെ അവരും ജീവിക്കും. ഇങ്ങനെ വിശേഷങ്ങളും പറഞ്ഞിരുന്നാലേ ജോലിക്ക് പോകാൻ വൈകും. പോണം. ഞാൻ ചന്ദ്രികയുടെ അടുത്തു നിന്നും ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ജോലി നഷ്ടപ്പെട്ട വിവരം ചന്ദ്രികയെ അറിയിക്കണോ? എത്ര കാലമെന്ന് വെച്ചാ അത് മറച്ചു വെക്കുന്നത്? ജോലിയില്ലാതെ ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് പാവൻ ചന്ദ്രികയെ കൊണ്ട് ഇങ്ങനെ ഭക്ഷണപ്പൊതി ഒരുക്കിക്കുന്നത് വലിയ പാപമാ. മാധവേട്ട, മാധവേട്ട, മാധവേട്ടൻ അതിനിടയിൽ എന്താ ആലോചിച്ചത്? ഒന്നുമില്ല. മതി, വേഗം പോകാൻ നോക്ക്. എല്ലാ കാര്യത്തിലും പങ്ക്ച്വാലിറ്റി നോക്കുന്ന ആളിന് ഇന്ന് എന്തു പറ്റി? നിന്നോട് സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. എടുക്ക. അപ്പൊ പോയിട്ട് വേണ്ട ചന്ദ്രു. മാനത്തെ കൊട്ടാരം